ഹായ് നമസ്കാരം, സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ടർബോ ജോസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെക്കാട്ടി മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇന്നത്തെ ഒരു ദിവസം അത് സിനിമാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ നടന്മാരാണല്ലോ, ഒന്ന് നമ്മുടെ മമ്മൂക്കായും മറ്റൊന്ന് ലാലേട്ടനും. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് നമ്മുടെ മമ്മൂക്ക ഈ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു. അതായത് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ 64ാമത്തെ ജന്മദിനമാണ്. അതുകൊണ്ട് ഞാനും വളരെ ആത്മാർത്ഥമായിട്ട് ലാലേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നു. ദീർഘായുസ്സോടുകൂടി ഇനിയും കുറേ കാലം സിനിമകൾ ചെയ്യട്ടെ. കാരണം സിനിമ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ചില സിനിമകൾ ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമ മോശമാണ് എന്നുള്ള അഭിപ്രായം നമ്മൾ പറയാറുണ്ട്, അതൊക്കെ സ്വാഭാവികം. പക്ഷേ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ന് പറഞ്ഞാൽ വളരെ ചങ്ക് ബ്രോസാണ്. കാരണം അവരുടെ ഇടയിൽ അങ്ങനെ ഒരു വിഭാഗീയത ഒന്നും ഇല്ല. അപ്പം മമ്മൂക്കയെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മലയാളി സമൂഹം ഒന്നടങ്കം ഇതിനെ പൊളിച്ചടിക്കിട്ടുള്ള സംഭവം വരുന്നത്. കാരണം മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ അതിനെ കരുതിയാൽ മതി. എന്നാൽ ഇപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഹൈപ്പ് തന്നെ. കാരണം ഫ്രീ ബുക്കിംഗ് തന്നെ 1 കോടിക്ക് മുകളിൽ ഇതുവരെ ബിസിനസ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിനിമയുടെ ചരിത്രത്തിൽ 79 രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ ടർബോ ജോസ് പോസിറ്റീവ് അടിച്ചാണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ തൂഫാനാക്കി കളയും. കാരണം എനിക്ക് തോന്നുന്നു ഒരു 20 കോടിയിലേക്കൊക്കെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് 50ഉം 100ഉം കോടിയിലേക്ക് എത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടും ടർബോ മാറും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അത് മാറും എന്ന് പറയാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. അപ്പോൾ ലാലേട്ടന് ദീർഘായുസ് നേരുന്നു, ഐശ്വര്യം നേരുന്നു, ഇനിയും ഒരുപാട് കാലം അങ്ങോട്ട് സിനിമകൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അപ്പോൾ നമുക്ക് ചെറുതെ ആ വീഡിയോ കണ്ടുനോക്കാം. ഒന്നാമത് ആ ജീപ്പ് ഓടിക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഇവിടെ ബ്രേക്ക് ചെയ്യട്ടെ, കുറച്ചുകൂടെ ഒന്നാമതൊരു റൈറ്റ് തിരിവുണ്ട്. അതിന് ഇങ്ങോട്ടൊന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അത് പുള്ളി അതീവ ഒരു അടിപൊളി ഡ്രൈവർ ആയതുകൊണ്ടും പുള്ളിക്ക് അത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റിയത്. മമ്മൂക്കയെ ട്രസ്റ്റ് ചെയ്ത് ഇപ്പൊ ഡൂപ്പും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു ആക്ഷൻ ഇരിക്കുക. പിന്നെ മമ്മൂക്കയെ സേഫ് ആക്കണം, മമ്മൂക്കയ്ക്ക് എല്ലാരും ആർട്ടിസ്റ്റിനെയും സേഫ് ആക്കണം. പ്രൊഡ്യൂസറും പുള്ളിയാണ്. അപ്പൊ ഫുൾ കാൽക്കുലേഷനിലാണ് പുള്ളി ഓടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇരിക്കുന്നു. പിന്നെ എന്താ മമ്മൂക്കയെ ഫുള്ളി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന്റെ ഫൈറ്റ് നമ്മൾ സിനിമകളെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഫൈറ്റ് കമ്പോസിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എഡിറ്റർ ഷമീർ മുഹമ്മദ്, ഫീനിക്സ് പ്രഭു, വൈശാഖട്ടൻ ഇവര് ചേർന്ന് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫ് ചെയ്ത് നമ്മൾ സ്റ്റുഡിയോയിൽ അത് റിഹേഴ്സ് ചെയ്ത്, കാരണം ഷൂട്ടിംഗ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഒരു 5-8 ദിവസം സ്റ്റുഡിയോയിൽ അത് റിഹേഴ്സ് ചെയ്ത് ഓൾമോസ്റ്റ് ഫൈറ്റിന്റെ മേജർ ഷോട്ടുകളൊക്കെ ആദ്യമേ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഡ്യൂപ്പുകളെ വെച്ചിട്ട് വേറെ ആളുകൾ വെച്ച് ആ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറ്റ് ഈസ് ഓൾറെഡി പ്രീ ഡിസൈൻ, വെരി ക്ലിയർ. എത്ര ഷോട്ട് ലെങ്ത് എത്ര ഉണ്ട്, എത്ര മതി, അതെല്ലാം വെരി ക്ലിയർ. അങ്ങനെ ഇറ്റ് വാസ് ചാലഞ്ചിങ് ബട്ട് ഇറ്റ് വാസ് മെയ്ഡ് ഈസി. ഈ രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടർ ഇത്രയും സ്ട്രോങ് ആയ ഒരു എതിർകക്ഷി നിൽക്കുകയാണല്ലോ, നിങ്ങളുടെ ടീമായിട്ടും അങ്ങനെ ശബരീഷിന് ഒരു ഫിസ്റ്റ് ഫൈറ്റോ അങ്ങനെ കാര്യങ്ങളുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇപ്പോൾ ഉണ്ട്. പ്രൊമോഷൻ വന്നപ്പോഴാണ് ഫ്രെയിമിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഫിസ്റ്റ് ഫൈറ്റോളം എത്തുന്ന പ്രൊമോഷനില്. അതെ, ഒരുമിച്ചെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇപ്പത്തെ ഇത് വെച്ച് ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലേ. ചളിയായിക്കാനും കൂടെ. First of all, she was enough. Even if he comes in, he like yeah. അഞ്ചരക്കുണ്ട് കോമ്പിനേഷൻ. ഞാൻ ഇരിക്കുന്നൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചെറിയൊരു ആഗ്രഹമുണ്ട്. അല്ല, അതിനിപ്പോ സിനിമയിലെ നായികയും വില്ലനും ഇതിന്റെ കഥാകൃത്തുമായിട്ടുള്ള മിഥുൻ മാനുവലും കൂടെ ഇരുന്നിട്ടുള്ള ഒരു ചെറിയ ഒരു ഇന്റർവ്യൂയുടെ വീഡിയോ ആയിരുന്നു. ഇതിനകത്ത് മമ്മൂക്കയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ആക്ഷൻ രംഗങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ നായിക തന്നെ പറയുന്നുണ്ട്. കാരണം ഇവരെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു സീൻ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക ഒരു കിടിലൻ ഡ്രൈവർ തന്നെയാണെന്നുള്ളത്. എനിക്കൊന്ന് നമ്മൾ അവസാനമായിട്ട് അത്തരത്തിലൊരു സിനിമ കണ്ടത് ഗ്രേറ്റ് ഫാദറിനകത്താണ്. അത്തരത്തിലുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഈ സിനിമയ്ക്കകത്തും വന്നിരുന്നുണ്ട്. കാരണം ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. അത് നമുക്കിനി 2 ദിവസം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടർബോയിൽ ജോസേട്ടൻ്റെ ആ
തകർപ്പൻ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ജോസേട്ടൻ്റെ ആറാട്ടം നമുക്ക് കാണാം. അപ്പോൾ അത് കാണാനായിട്ടുള്ള ഒരു വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ 2 ദിവസം എന്ന് പറയുന്നത് അത് വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ജോസേട്ടൻ്റെ ഈ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടി. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്ത് ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് കിട്ടുന്നത്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രമാണ്, വലിയ ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രമാണ്, വലിയൊരു റിലീസിനെത്തുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. മമ്മൂക്കാടെ ഈ സിനിമയും ഗംഭീര വിജയമാകട്ടെ. അത് മലയാളികൾ അത് വിജയമാക്കും. കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയൊരു സല്യൂട്ട്. അതോടൊപ്പം തന്നെ മമ്മൂക്കായെ ഇത്രയധികം ഹൈലൈറ്റ് ആക്കി തന്ന ചില കീടങ്ങൾക്കും വലിയൊരു സല്യൂട്ട് നൽകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.